ഞങ്ങൾ ചെന്നൈ വിശ്വവിദ്യാപീഠം എറണാകുളത്തെ NSS വോളണ്ടിയേഴ്സ് ആണ്. ഒരു 5 ദിവസം നീണ്ട NSS ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇന്ന് ആറളം ഗവൺമെന്റ് SSS സ്കൂളിൽ വന്ന് ചേർന്നിരിക്കുന്നത്. ഞങ്ങളുടെ ടീം, അതായത് ഞങ്ങളുടെ സംഘം 45ഓളം വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നതാണ്. അതിലുപരി 7 അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടുന്ന ടീമാണ്. I welcome you on behalf of the common man here, on behalf of the citizens here, as a representative of the people, I am glad to welcome you. അപ്പോൾ എന്നെ നയിച്ചൊരു വികാരം നമ്മൾ അടുത്ത നാള് നമ്മൾ കണ്ട ഒരു കാര്യമാണ് അധ്യാപകരെ how we have to respect our teachers. നല്ലൊരു എക്സാമ്പിൾ നമുക്ക് കിട്ടി. ഇതിന്റെ ഭാഗമായി ഞങ്ങൾ ഈ ആറളത്തിലുള്ള നാട്ടുകാരെയും ഇവിടുത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളെയും ഒക്കെ പരിചയപ്പെടുവാനും അറിയുവാനും ഞങ്ങൾ കഴിയുന്ന ചെറിയ സഹായങ്ങൾ ഇവർക്ക് ചെയ്യുവാനുമായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കായിട്ട് മണി മാനേജ്മെന്റ് ക്ലാസ്സസ്, അതേപോലെ പരീക്ഷയെ സംബന്ധിച്ചുണ്ടാകുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ്സസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടം എൻ്റെ അമ്മയാണ്. കാരണം ഇന്ന് ഞാൻ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ അത് എൻ്റെ അമ്മ കാരണമാണ്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തരുന്നത് എൻ്റെ മാതാപിതാക്കളാണ്. അവരാണ് എൻ്റെ എല്ലാം. ഒരു പക്ഷെ നമ്മൾ ഒരുപാട് സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവിടുത്തെ സ്റ്റെയർസ്, അതായത് പടികളിലൊക്കെ ഗുണന പട്ടിക, അതായത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഉണ്ടെങ്കിൽ വരച്ചോ പെയിന്റ് ചെയ്തോ വെച്ചിട്ടുണ്ടാവും. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അത് നിരന്തരം കണ്ട് അത് കാണുക മാത്രമല്ല അത് പഠിക്കുകയും അത് മനസ്സിൽ പതിയുകയും ചെയ്യും. ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ആറളം GHSSലെ പ്രൈമറി സ്കൂൾ ബ്ലോക്കിലെ ഭിത്തികൾ മൊത്തം ആകർഷകമായ പിക്ചേഴ്സ് പെയിന്റ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ സഹായിക്കുന്നത്. ഈ ആറളത്തിന്റെ മണ്ണ് ഞങ്ങൾക്ക് പുതിയ ഒരു അനുഭവമാണ് ജീവിത ഗുരു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാഠപുസ്തകങ്ങൾക്കപ്പുറം, പഠിച്ച വിഷയങ്ങൾക്കപ്പുറം, പുസ്തകത്തിൽ നിന്ന് ലഭിച്ച അറിവുകൾക്കപ്പുറം അനുഭവത്തിലൂടെ ജീവിതത്തിന്റെ ചില അറിവുകൾ സ്വന്തമാക്കാനായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതേപോലെ ഈ വരുന്ന 5-ാം തീയതിയാണ് ഇവിടുത്തെ ആറളം ഫെസ്റ്റ് നടക്കുന്നത്. ഈ ഫെസ്റ്റിലാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ എല്ലാവരും കൂടി ചേർന്നത് പാട്ടും ഡാൻസും അവർ ആഘോഷിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഈ ഒരു ഫെസ്റ്റിലും കോർഡിനേറ്റേഴ്സ് ആയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങളും കലാപരിപാടികളൊക്കെ ചെയ്ത് ഇത് കളറാക്കാൻ ശ്രമിക്കുന്നുണ്ട്.